ലവ് ജിഹാദ് എന്ന വാക്ക് ഭരണഘടനയിലോ ഇല്ലെങ്കിൽ നമ്മുടെ ക്രിമിനൽ നിയമങ്ങളിലോ ഒന്നും തന്നെ പറയുന്നില്ല എങ്കിൽ ഇപ്പോൾ അതിനൊരു നിർവചനവും എത്തിയിരിക്കുന്നു. UP സർക്കാർ അതിന് കൃത്യമായി തന്നെ ഒരു നിർവചനം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ശിക്ഷ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. 2021 വന്ന നിയമങ്ങളുടെ ഒരു അമെൻമെൻ്റാണ്, അതിൻ്റെ ഒരു നിയമ ഭേദഗതിയാണ് വന്നിരിക്കുന്നത്. ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ലവ് ജിഹാദ് എന്നാൽ ഒരു സ്ത്രീയുടെ വിവാഹം മതം മാറ്റത്തിന് വേണ്ടിയാണെങ്കിൽ അതിനെ ലവ് ജിഹാദ് എന്ന് കണക്കാക്കുകയും വിവാഹം അസാധുവാക്കുകയും ചെയ്യും. 2, മതപരിവർത്തനത്തിന് നിർബന്ധിതമായിട്ടല്ല ചെയ്തതെന്ന് തെളിയിക്കേണ്ട ബാധ്യത കുറ്റാരോപിതനും ഒപ്പം തന്നെ മതം മാറിയ ആൾക്കും മാത്രമാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന വിഷയമാക്കാൻ BJP ഉദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ അതാണ് പ്രത്യേകിച്ച് ഇപ്പോഴും ഈ നിയമം കൊണ്ടുവരാനുള്ള കാരണമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതായത് പുതിയ നിയമപ്രകാരം ലവ് ജിഹാദിൽ പെടുന്ന ആർക്കും, അതായത് മുൻപ് മാതാപിതാക്കൾക്കോ ഇരകൾക്കോ ഇല്ലെങ്കിൽ സഹോദരനോ മാത്രമേ പരാതിപ്പെടാൻ കഴിയുകയുള്ളൂ ആയിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും രേഖാമൂലം പോലീസിൽ പരാതിപ്പെടാം. അത് പോലീസിൻ്റെ അന്വേഷണത്തെ ത്വരിതപ്പെടുത്തും എന്ന് പറയുന്നു. ഒപ്പം അതിൻ്റെ ശിക്ഷ പറയുന്നത് ഇങ്ങനെയാണ്: 10 വർഷം വരെ ജീവപര്യന്തം ലഭിക്കാവുന്ന കുറ്റമാണ് ലവ് ജിഹാദ് അല്ലെങ്കിൽ മതം മാറ്റ കല്യാണം. നിർബന്ധിതമായി മതത്തിലേക്ക് ആളെ ചേർക്കുന്നതിനായി നടത്തുന്ന വിവാഹത്തെ 10 വർഷം വരെ ജീവപര്യന്തത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തും. ഏതായാലും ലവ് ജിഹാദ് എന്ന വാക്കിന് കൃത്യമായി തന്നെ ആ ഒരു നിർവചനം നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിർവചനവുമായി എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.